അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ബാങ്കിങ് ആണ്. ബാങ്കിങ്ങിലെ 10ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള എന്താണ് ഈ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്ങിൽ ആ ഭാഗത്ത് തന്നെ ആ യൂണിറ്റിൽ തന്നെ ഉൾപ്പെടുന്നതാണ് പ്രധാനമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഇംപ്ലിമെന്റഡ് ത്രൂ ബാങ്ക്സ്. അതായത് ബാങ്കുകൾ മുഖേന നടത്തുന്ന പ്രധാനമന്ത്രിയുടെ സാമൂഹിക സുരക്ഷാ പദ്ധതികളെ കുറിച്ച് അതിലൊരു കുറച്ച് ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 2015 മെയ് 9 കൊൽക്കത്തയിൽ വെച്ച് പ്രധാനമന്ത്രി ആവിഷ്കരിച്ചിട്ടുള്ള 3 സ്കീമുകളാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കത് പഠിക്കാം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന PMJJBY, അടൽ പെൻഷൻ യോജന. ഇതിലെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, ഈ ബീമാ യോജന എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കുക അതൊരു ഇൻഷുറൻസ് പദ്ധതിയാണ്. അതുപോലെ തന്നെ അടൽ പെൻഷൻ യോജന, പെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കത് പെൻഷൻ സ്കീമാണ്. അങ്ങനെ അതായത് ഇൻഷുറൻസിനും പെൻഷനുമായിട്ടുള്ള 2 സ്കീമുകളാണ് 2015 മെയ് 9 കൊൽക്കത്തയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The Prime Minister launched 3 ambitious social security schemes pertaining to the insurance and pension sector on 9th May 2015 at Kolkata. കൊൽക്കത്തയിലെ 2015 മെയ് 9 എന്താണ് ഇൻഷുറൻസ് സെക്ടറിലും അതുപോലെ പെൻഷൻ സെക്ടറിലുമായിട്ട് എന്താണ് 3 സ്കീമുകളാണ് പ്രധാനമന്ത്രി ആവിഷ്കരിച്ചത്. PMSBY and PMJJBY are ഇൻഷുറൻസ് സ്കീംസ്. അതാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും 2 ഇൻഷുറൻസ് സ്കീമുകളാണ്. Provide insurance cover in the unfortunate event of death by any cause or death or disability due to an accident. ഇതിലെന്താണ് നമ്മള് ഡെത്ത് എന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ് ആണ്. അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആ ഡെത്ത് സംഭവിക്കുകയോ അതല്ലെങ്കിൽ ഡിസബിലിറ്റി പാർഷ്യലും അതുപോലെ തന്നെ ഫുൾ ടോട്ടലി ആയിട്ടുള്ള ഡിസബിലിറ്റി ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, അതായത് സാധാരണക്കാരായ ഒരു കുടുംബത്തിന്റെ അത്താണി എന്ന് പറയുന്നത് ആളുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഇൻഷുറൻസ് സ്കീമാണ് PMSBY ആൻഡ് PMJJBY. അതായത് ഒരു ഡെത്ത് എന്ന് പറയുന്നതായാലും ഡിസബിലിറ്റി എന്ന് പറയുന്നതായാലും അത് അൺഫോർച്ചുനേറ്റ് ആയിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ അതിന് നമുക്ക് തടയാൻ സാധിക്കുകയില്ല. ആ ദുഃഖത്തിൽ നിന്ന് അവരെ കൈകോർത്ത് ആ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ അവരെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഷുറൻസ് സ്കീം കൊണ്ട് സാധിക്കും. അപ്പോ ആ ഉയർത്തുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമായിരുന്നു എന്താണ് PMSBY ആൻഡ് PMJJBY. 2 ഇൻഷുറൻസ് സ്കീമുകളാണുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഒരു പെൻഷൻ, നമ്മൾക്ക് ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുമാനം, അതായത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ആ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് വരുമാനം നിലയ്ക്കും. അങ്ങനെ വരുമ്പോൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കോ അതുപോലെയുള്ള ജോലിക്കാർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നത്. അപ്പൊ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഓരോ ദിവസത്തെ വരുമാനം കൊണ്ട് ജീവിച്ചു വരുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ളതാണ് അടൽ പെൻഷൻ യോജന എന്ന് പറയുന്ന പെൻഷൻ സ്കീം എന്ന് പറയുന്നത്. അടൽ പെൻഷൻ യോജന ഈസ് എ പെൻഷൻ സ്കീം അഡ്രസ് ഓൾഡ് ഏജ് ഇൻകം സെക്യൂരിറ്റി നീഡ്സ്. അതായത് പ്രായാധിക്യത്തിൽ നമുക്ക് വാർദ്ധക്യത്തില് സെക്യൂരിറ്റി നൽകുന്ന, നമ്മുടെ ആവശ്യങ്ങൾക്ക് സെക്യൂരിറ്റി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അടൽ പെൻഷൻ സ്കീം ആരംഭിച്ചത്. PMSBY and PMJJBY are insurance schemes and APY അടൽ പെൻഷൻ യോജന is pension scheme. ഇനി നമുക്ക് പഠിക്കാം പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത 2 ക്ലാസ്സുകൾ 2 കൂടി ഉൾപ്പെടുത്താം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY. An accident insurance scheme offering accidental death and disability cover for death or disability on account of an accident, ₹20 per annum per member. അതായത് ഇതൊരു ആക്സിഡന്റൽ ഇൻഷുറൻസ് സ്കീമാണ്. എന്തെങ്കിലും ആക്സിഡന്റ് അല്ലാതെ നോർമൽ ഡെത്തിനല്ല, ആക്സിഡന്റൽ ആയിട്ട് എന്തെങ്കിലും ഡെത്ത് സംഭവിക്കുകയോ അല്ലെങ്കിൽ ടോട്ടലോ പാർഷ്യലായിട്ടുള്ള ഡിസബിലിറ്റികൾ സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവര് കുടുംബത്തിന്
സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സ്കീമാണിത്. ഇത് വർഷത്തിൽ 20 രൂപ മാത്രമാണ് ഇതിന്റെ പ്രീമിയം എന്ന് പറയുന്നത്. ഇതിന്റെ ആനുവൽ പ്രീമിയം എന്ന് പറയുന്നത് 20 രൂപ മാത്രമാണ്. An accident insurance scheme offering accidental death and disability cover for death or disability on account of an accident ₹20 per annum per member. ഒരു മെമ്പർക്ക് 20 രൂപയാണ് ഈ ഒരു ഇൻഷുറൻസ് കവറേജിന് ആവശ്യമായിട്ടുള്ളത്. ഇത് ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഓൺ 9th May 2015 അറ്റ് കൊൽക്കത്ത. കൊൽക്കത്തയിൽ വെച്ചിട്ട് ഇന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിയാണ് 2015 മെയ് 9 തീയതി ഇത് ലോഞ്ച് ചെയ്തത്. 2015 മെയ് 9 തീയതിയാണ് ലോഞ്ച് ചെയ്തത്. ആരാണ് ലോഞ്ച് ചെയ്തത്? ശ്രീ നരേന്ദ്രമോദി ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇതിന്റെ പ്രീമിയം എന്ന് പറയുന്നത് വർഷത്തിൽ 20 രൂപ മാത്രമാണ്. അത് നോർമൽ ഡെത്തിന് കിട്ടില്ല, ആക്സിഡന്റൽ ഡെത്തിന് മാത്രമേ കിട്ടുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു പോകാം. The scheme is 1-year covered personal accident insurance scheme, renewable from year to year, offering protection against death or disability due to accident. ഈ സ്കീം എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീമാണ്. ഇത് വ്യക്തികൾക്കുള്ള ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീമാണ്. ഈ സ്കീം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇത് ഓരോ വർഷവും റിന്യൂ ചെയ്യാം. ഇത് ഓരോ വർഷവും റിന്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോ വർഷവും റിന്യൂ ചെയ്തിട്ട് ആക്സിഡന്റ് ഡെത്തിന് അല്ലെങ്കിൽ ആക്സിഡന്റ് മൂലമുള്ള ഡിസബിലിറ്റിക്കാണ് ഇതിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത്. ബെനിഫിറ്റ്സ് ആൻഡ് സം മെഷേർഡ്. ഇതിന്റെ ബെനിഫിറ്റ് സം മെഷേർഡ് നമുക്ക് എന്താണെന്ന് നോക്കാം. ദ ബെനിഫിറ്റ്സ് പേയബിൾ അണ്ടർ ദ സ്കീം ഓൺ ഡെത്ത് ഓർ ഡിസബിലിറ്റി ഡ്യൂ ടു ആക്സിഡന്റ് ആർ ആസ് ഫോളോസ്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിസബിലിറ്റിക്ക് അല്ലെങ്കിൽ ഡെത്തിനാണ്, അതായത് ഒരു ആക്സിഡന്റ് മുഖേനയുള്ള ഡിസബിലിറ്റിക്കോ ഡെത്തിനാണ് ഇതിന്റെ ബെനിഫിറ്റുകൾ കിട്ടുന്നത്. ദ ബെനിഫിറ്റ്സ് പേയബിൾ അണ്ടർ ദ സ്കീം ഓൺ ഡെത്ത് ഓർ ഡിസബിലിറ്റി ഡ്യൂ ടു ആക്സിഡന്റ് ആർ ഫോളോസ്. ഡെത്ത് വന്നു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയാണ് ഡെത്തിന്, മരണത്തിന് ലഭിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാല് 2 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ഡിസബിലിറ്റി വന്ന് സംഭവിച്ചാൽ അത് ഡെത്തിന് തുല്യമാണ്. കാരണം അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കിടപ്പായിരിക്കുള്ളൂ. അങ്ങനെ വരുന്ന അല്ലെങ്കിൽ അയാൾക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ആളെ സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ടോട്ടൽ ഡിസബിലിറ്റി. ആ ഒരു അവസ്ഥയിൽ 2 ലക്ഷം രൂപ കിട്ടും. പാർഷ്യൽ ഡിസബിലിറ്റിക്ക് 1 ലക്ഷം രൂപയാണ്. പ്രീമിയം എന്ന് പറയുന്നത് വർഷത്തിൽ 20 രൂപയാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റ് മൂലം ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപയും, ആക്സിഡന്റ് മൂലം ടോട്ടൽ ഡിസബിലിറ്റി സംഭവിച്ചാൽ 2 ലക്ഷം രൂപയും, ആക്സിഡന്റ് മൂലം പാർഷ്യൽ ഡിസബിലിറ്റി സംഭവിച്ചാൽ 1 ലക്ഷം രൂപയുമാണ് അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യം എന്ന് പറയുന്നത്. ടോട്ടൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആൻഡ് ഇറക്കവറബിൾ ലോസ്, അതായത് തിരിച്ച് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരിച്ചു ലഭിക്കില്ല, അതൊന്നും ചെയ്താലും അത് മാറില്ല. ഇതാണ് ഇറക്കവറബിൾ ലോസ് എന്ന് പറയുന്നത്. അത് 2 കണ്ണ് പോയി കഴിഞ്ഞാൽ ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് 2 കാലുകൾ അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെയാണ് ടോട്ടൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. പാർഷ്യൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ആൻഡ് ഇറക്കവറബിൾ ലോസ് തന്നെയാണ്. അതായത് ഒരു കണ്ണ്, ഒരു കൈ, ഒരു കാല് അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ട അതിന് പാർഷ്യൽ ഡിസബിലിറ്റി എന്ന് പറയുന്നു. അപ്പൊ എന്താണ് 2015 മെയ് 9 തീയതി കൊൽക്കത്തയിൽ വെച്ച് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി 3 സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ബാങ്കുകൾ മുഖേന കൊണ്ടുവന്നു. ആ ബാങ്കുകൾ മുഖേന കൊണ്ടുവന്നതില് പ്രധാനമന്ത്രിയുടെ അതില് ആദ്യത്തേതാണ് നമ്മളിപ്പോ പഠിക്കുന്നത് PMSBY എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന എന്ന് പറയുന്നത്. അതിന് 20 രൂപയാണ് ആനുവൽ പ്രീമിയം എന്ന് പറയുന്നത്. ആക്സിഡന്റൽ ആയിട്ട് ഡെത്ത് സംഭവിക്കുകയോ ടോട്ടൽ ഡിസബിലിറ്റി സംഭവിക്കുകയോ പാർഷ്യൽ ഡിസബിലിറ്റി സംഭവിക്കുകയോ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ടോട്ടൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് 2 കണ്ണ് പോകുകയോ അല്ലെങ്കിൽ 2 കൈകൾ പോകുകയോ 2 കാലുകൾ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയെയാണ് ടോട്ടൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഡെത്ത് സംഭവിക്കുന്ന അതേപോലെ തന്നെയാണ്, ആൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ ഡെത്തോ ടോട്ടൽ ഡിസബിലിറ്റിയോ സംഭവിക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപയും, പാർഷ്യൽ ഡിസബിലിറ്റി ആണെങ്കിൽ 1 ലക്ഷം രൂപയുമാണ് ഇൻഷുറൻസ് തുകയായിട്ട് അവർക്ക് ലഭിക്കുന്നത്. പ്രീമിയം പേയബിൾ ഈസ് ₹20 per annum. പ്രീമിയം പേയബിൾ എന്നാണ് 20 രൂപ, വർഷത്തിൽ 20 രൂപയാണ് പ്രീമിയം എന്ന് പറയുന്നത്. ദ പ്രീമിയം വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം ദി അക്കൗണ്ട് ഹോൾഡേഴ്സ് ബാങ്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ത്രൂ ഓട്ടോ ഡെബിറ്റ് ഫെസിലിറ്റീസ് ഇൻ 1 installment as per the consent given by the
എ സബ്സ്ക്രൈബർ അറ്റ് ദി ടൈം ഓഫ് എൻറോൾമെന്റ്. അതായത് സബ്സ്ക്രൈബർ എന്ന് പറയുന്ന ഒരു കസ്റ്റമർ തന്നെയാണ്. ആ കസ്റ്റമർ അല്ലെങ്കിൽ സബ്സ്ക്രൈബർ അവരുടെ പ്രീമിയം ഡിഡക്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയാ സമ്മതപത്രം, ഒരു സമ്മതം കൊടുക്കണം. അത് എൻറോൾ ചെയ്യുന്ന സമയത്ത് ഒരു സമ്മതം കൊടുക്കുകയാണെങ്കിൽ അത് ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് എടുക്കുന്നതാണ്. അല്ലാതെ എല്ലാ വർഷവും കൊണ്ട് പ്രീമിയം അടയ്ക്കേണ്ടതില്ല. അത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 20 രൂപ വെച്ച് പ്രീമിയം എടുക്കും. അത് ഇൻസ്റ്റാൾമെന്റ് ഒന്നും പ്രീമിയം, അതായത് ഒരു ഇൻസ്റ്റാൾമെന്റ് 20 രൂപന് പിന്നെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് വർഷത്തിലൊരിക്കൽ ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ ആ ഇൻസ്റ്റാൾമെന്റ് ഡേറ്റ് അത് എടുത്തു പോകും. അതെന്നാൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ആവാം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആകും. സബ്സ്ക്രൈബർ എന്താ പറയാ എൻറോൾമെന്റിന്റെ സമയത്ത് ഒരു കൺസെന്റ് കൊടുക്കും, പിന്നെ ഓട്ടോമാറ്റിക് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് പോയിക്കോളും. The scheme is offered administered through the public sector general insurance companies and other general insurance companies willing to offer the product with the necessary approvals on similar items in collaboration with the participating banks. അതായത് ഈ സ്കീം എന്ന് പറയുന്നത് ഇതൊരു ജനറൽ ഇൻഷുറൻസ് പദ്ധതിയാണല്ലോ. അതായത് ലൈഫ് ഇൻഷുറൻസ് അല്ല, ഡെത്തിന് മാത്രമല്ലേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ലൈഫ് ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസ് പദ്ധതിയിലാണ് ഇത് പെടുന്നത്. അപ്പം ജനറൽ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ബാങ്കുകളാണ് ടൈപ്പ് ആവുന്നത്. അതായത് പബ്ലിക് സെക്ടറിലുള്ള ജനറൽ ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള ജനറൽ ഇൻഷുറൻസ് കമ്പനീസോ ആയിട്ട് ബാങ്കുകളാണ്, ഓരോ ബാങ്കുകളും ടൈപ്പ് ചെയ്തിട്ട് ആ ബാങ്കുകൾ മുഖേനയാണ് ഇത് ചെയ്യുന്നത്. Participating banks are free to engage any such general insurance company for implementing the scheme for their account holders subscribers. അതായത് അവരുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഏത് ബാങ്കിലാണുള്ളത് അതിന്റെ ഇതനുസരിച്ചുള്ള ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഈ സ്കീം എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ് ആണ് ഓൾ ഇൻഡിവിജ്വൽ സിംഗിൾ ഓർ ജോയിന്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഓഫ് 18 to 70 years ആർ എൻടൈറ്റിൽ ടു ജോയിൻ. ഇതിന് ജോയിൻ ചെയ്യണതിന് 18 മുതൽ 70 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായം. ഇതിന് 18 മുതൽ 70 വയസ്സ് വരെയാണ് ഇതിന്റെ ജോയിൻ ചെയ്യുന്നതിനുള്ള പ്രായം. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് all individual single or joint account holders of 18 to 70 years are entitled to join. In case of multiple accounts held by an individual in one or different banks or post offices, the person is eligible to join the scheme through one bank or post office account only. അതായത് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ആവാം, മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ആവാന്നല്ല, മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ടെന്ന് വെക്കാം. അതായത് ചിലപ്പോൾ നമുക്ക് ഒരു ബാങ്കിൽ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ തന്നെ പല അക്കൗണ്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പല ബാങ്കുകളായിട്ട് അക്കൗണ്ടുകൾ ഉണ്ടാവും, പോസ്റ്റ് ഓഫീസിലുണ്ടാവും, ബാങ്കിലുണ്ടാവും. എന്നിട്ട് എല്ലായിടത്തും 20 രൂപ വെച്ചിട്ട് അടച്ചിട്ട് നമുക്ക് അങ്ങനെ കിട്ടില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ബാങ്ക്, നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്ത് അതിൽ നിന്നാണ് ഓട്ടോ ഡെബിറ്റ് ചെയ്യേണ്ടത്. In case of multiple accounts held by an individual in one or different banks or post offices, the person is eligible to join the schemes one bank or post office account only. അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. നമുക്ക് എന്താണ് അടുത്ത സ്കീം പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയാണ് നമ്മൾ പഠിച്ചത്. അതിൽ തന്നെ നമുക്ക് ഇതാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയും അടൽ പെൻഷൻ യോജനയും ഉണ്ട്. ബാക്കി രണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ എൻ്റെ ക്രാഷ് കോഴ്സിന് താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എൻ്റെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ്സ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.